ഹായ് ബഡീസ്, ഞാൻ ഓൾഡ് വൺ റോണി. എൻ്റെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടികളിലൊക്കെ മിക്കവാറും കുഴിത്തുരുമ്പുകൾ കാണാം. സൈഡിലൊക്കെ ചെറിയ തുരുമ്പുകളും ഇച്ചിരി പെയിൻറ്റ് പോയതും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. ബഡീസ്, നമ്മുടെ വണ്ടികളിലൊക്കെ ഇങ്ങനെ കുഴിത്തുരുമ്പ് വരാറുണ്ട്. ഇതുണ്ട് ഇങ്ങനെയുള്ള കുഴിത്തുരുമ്പുകൾ. ഈ കുഴിത്തുരുമ്പ് അത്യാവശ്യം നമുക്ക് തന്നെ, അതായത് പെയിൻറ്റിങ് ഷോപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസ ആവും. നമുക്ക് തന്നെ ചെറുതായിട്ട് പുട്ടിയിട്ട് ആ വൃത്തിയുടെ അങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണത്. എല്ലാവരും ഒന്ന് കാണുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കുഴിത്തുരുമ്പായിട്ട് പൊങ്ങിയിരിക്കുന്നത് ഇതുപോലെ നമ്മളൊന്ന് ചിരണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ചിരണ്ടി മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതാണ് ഞാൻ ഇതിനുപയോഗിക്കുന്ന ബോഡി ഫില്ലർ. ബിഗ് ബോയ് എന്നും പറഞ്ഞ് കുഴപ്പമില്ല, നല്ല രീതിയിലിരിക്കുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നല്ല ഇളകിപ്പോരുന്നില്ല. അതിനുശേഷം ഞാൻ 2 വണ്ടി ഇട്ട് നോക്കി, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഇത് മിക്സി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിപ്പം ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പലകയിലോട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് പീസോ എന്തെങ്കിലും ഇട്ടോ എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി. ഞാൻ എടുത്തിട്ടുണ്ട്, അതിന് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്താൽ മാത്രമേ അത് ഹാർഡാകുള്ളൂ. ഇതിൻ്റെ ഒരു പോർഷൻ ഞാനിത് 2ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അന്നേരം അതിന് എന്തൊരു ആവശ്യമുണ്ടോ അത്രയും സാധനം നമ്മളിവിടെ എടുത്ത് വെക്കുകയാണ്. നമുക്ക് 2 മിക്സിങ്ങിനുള്ള ഇത് ഇത്രയും മിക്സ് ചെയ്യാനുള്ള സാധനമുണ്ട്. അത്രയും മതി നമുക്കതിന്. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സാധനം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി എടുക്കുക. ഉണ്ട്, ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ആയാൽ മതി. പെട്ടെന്ന് ഹാർഡാവുകയും ചെയ്യും. അതുകൊണ്ട് ആ മിക്സായി അന്നേരം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഒത്തിരി നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഹാർഡായിപ്പോവും. നല്ലോണം മിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ പുട്ടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം പുട്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കുഴിത്തിരുമ്പായിരുന്നു, അതുകൊണ്ട് നല്ല ഹോളുണ്ട്. സത്യം പറഞ്ഞാൽ പീസ് മാറേണ്ടതാണ്. അപ്പം താൽക്കാലികമായി നമ്മൾ പെയിൻ്റ് അടിച്ച് വെക്കുന്നതെന്ന് മാത്രം. അതിനുവേണ്ടി വലിച്ചു വാരി തേച്ചേക്കാണ്. ഇനി പേപ്പർ പിടിച്ച് അടുത്ത ഘട്ടത്തിൽ ഞാൻ കാണിക്കാം. നമ്മൾ പുട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പേപ്പർ മീഡിയം, ഈ പേപ്പർ ഇട്ടാണ് ഞാൻ അത് പിടിച്ച് ക്ലിയർ ചെയ്യുന്നത്. ഗ്രിപ്പ് കുറവുള്ളതും കൂടിയതൊക്കെ കിട്ടും. കൂടിയിട്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾ കുറവിട്ട് പിടിച്ചാലും മതി. ഞാനിപ്പം ഇതിട്ടാണ് പിടിക്കുന്നത്. നമ്മളിത് പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് നനഞ്ഞ് തുണിയിട്ട് തൂക്കുമ്പോൾ അറിയാം നമുക്ക്. അന്നേരം പൊടി വലിഞ്ഞും പോവും. ഈ ഒരു രീതിയിലേക്ക് വരും. ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഇതാണ്, റെഡ് ഗ്ലോസ് ആണ്. നമ്മുടെ റെഡാണ് വണ്ടി, റെഡ് ഗ്ലോസ് ആണ്. ഇത് അടിച്ച് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ. ചെറിയ ഫേഡ് ഉണ്ട്, ആ കളർ ഫേഡ്, അതായത് പഴയ കളറും പുതിയതുമായിട്ട് ഇച്ചിരി വ്യത്യാസം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എല്ലാവരും ചെയ്യുക. താങ്ക് യു.